ഇപ്പോൾ മേൽക്കൂര അടർന്നു വീണ കാർത്തികപ്പള്ളി സ്കൂളിലേക്ക് KSU മാർച്ച് നടത്തുന്നു. അതിലേക്ക് തത്സമയ ദർശനം. ഇന്നത്തെ ദിവസം ഈ സ്കൂൾ തുറക്കാൻ പാടില്ല. ഷൈജു പറയുന്നത് താൽക്കാലികമായി പോലും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചിട്ടില്ല. വിദ്യാഭ്യാസ CPM-ന്റെ 4 സഹാക്കന്മാർ ഇവിടെ വന്ന ഈ അനുമതിയില്ലാത്ത ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിനകത്ത് കയറി ബെഞ്ചും ഡെസ്കും ഇട്ടിട്ട് ഇന്ന് പഠനം അനുവദിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ പരിശോധിക്കണ്ടേ? കളക്ടർ ഉത്തരവ് എങ്ങനെയാണ് അത് കളക്ടർ ഉത്തരവിട്ടാൽ പോലും അതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം പൂർത്തിയാക്കിയോ എന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ പരിശോധിച്ചോ? കുട്ടികൾ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളിൽ ഇനി ഈ സ്കൂൾ ഇന്ന് ഇവിടെ ഇന്നലെ വരെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് ആണെങ്കിലും ശരി, വിദ്യാഭ്യാസ വകുപ്പ് ഇന്നലെ ചേർത്തലയിൽ 2 സ്കൂളുകൾ ഉദ്ഘാടനം മാറ്റിവെച്ചല്ലോ. ഈ തേവലക്കരയിൽ നിങ്ങൾ ഞാൻ പറയാം, തേവലക്കരയിൽ ഒരു സ്കൂൾ തേവലക്കര സ്കൂളിന് മുന്നിൽ സംഘർഷം. പഞ്ചായത്ത് മെമ്പർ നിബുവുമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഷൈജു എന്താണ് അവിടെ സംഭവിക്കുന്നത്? സമാനമായ സംഭവമാണ് നടന്നിട്ടുള്ളത്. കാരണം KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്കൂൾ ക്യാമ്പസിനകത്തേക്ക് തള്ളിക്കയറി അവർ ഒരു സ്കൂളിനകത്ത് നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ CPM അംഗമായിരുന്ന നിബു അവിടേക്ക് എത്തി അവർക്കെതിരെ ആക്രോശിച്ചുകൊണ്ട് വന്നവർ കൂട്ടമായി നിബുവിനെ ആക്രമിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരുന്നത് സാഹചര്യമാണ് ഉണ്ടായത്. പോലീസ് നിബുവിനെ രക്ഷപ്പെടുത്തി മാറ്റുകയാണ് ചെയ്തത്. ഇപ്പോഴും പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷമാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ. അവർ വലിയ മുദ്രാവാക്യം വിളികളുമായി ഇപ്പോഴും ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്താണ് ഉള്ളത്. ഈ പഞ്ചായത്ത് അംഗം നിബുവിനെ പോലീസ് രക്ഷപ്പെടുത്തി മാറ്റിയെന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹം രക്ഷപ്പെടുകയാണ് ചെയ്തതെന്നാൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഇപ്പോഴും നിബുവിന് നേരെ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന രംഗമാണ്. അവർ അകത്ത് കയറിയെങ്കിലും മറ്റ് അക്രമങ്ങളിലേക്ക് കടന്നിരുന്നില്ല. അവർ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ എതിരിടാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ നിബു അടക്കമുള്ളവർ KSU പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കസേരയിരിക്കുന്നു. പാത്രം പറത്തി എറിയുന്ന ഒരവസ്ഥയാണുള്ളത്. അങ്ങേ അക്രമത്തിലൊരവസ്ഥയാണുള്ളത്. വലിയ അക്രമമാണ്. നിബുവിനെ ഓടിച്ചിട്ടടിക്കുന്നു. നിബുവിനെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓടിച്ചിട്ട് അടിക്കുന്ന അവസ്ഥയാണുള്ളത്. നിബുവിനെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഓടിച്ചിട്ട് അടിക്കുന്ന അവസ്ഥയാണുള്ളത്. കാർത്തികപ്പള്ളി സ്കൂളിൽ വലിയ സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നു. അവിടെ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തിയ KSU പ്രവർത്തകരെ തടയാനാണ് CPM പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ CPM പ്രവർത്തകർ ശ്രമിച്ചത്. അതോടെ സംഘർഷം, വാക്കുതർക്കം, അക്രമം, പോലീസ് അവിടെ ഉണ്ട്. നിബുവിനെ ഓടിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഓടിച്ചിട്ട് മർദ്ദിക്കുന്ന ഒരവസ്ഥ. കസേര തല്ലി ഓടിക്കുക, പാത്രം പറക്കി എറിയുക, ആ അർത്ഥത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അങ്ങേയറ്റം അക്രമാസക്തമാകുന്ന ഒരവസ്ഥ സ്കൂൾ ക്യാമ്പസിനകത്ത് സംഭവിച്ചിരിക്കുന്നു. വലിയ സംഘർഷ സാഹചര്യം കാർത്തികപ്പള്ളി സ്കൂളിൽ നിലനിൽക്കുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോഴും വലിയ പോലീസ് സന്നാഹം അവിടെ സ്കൂളിനകത്തുണ്ട്. പക്ഷേ കാര്യമായൊന്നും പോലീസിന് ചെയ്യാൻ കഴിയുന്നില്ല. തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ ഇവിടെ സമാധാനമായിട്ട് പണി കാണിച്ചേക്കുന്ന പരിപാടി പോലീസിന് പിള്ളേരുടെ പോലീസ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഈ സമരം ചെയ്യുന്നത്. നിലവിലുള്ള പോലീസ്
CPM കോൺഗ്രസ് നേർക്കുനേർ പോർവിളി. ഞങ്ങളിവിടെ സമരവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുതൽ ഇവിടെ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ആര് അനുമതി കൊടുത്താലും ശരി, ഫിറ്റ്നസ് കൊടുത്തതിന് ശേഷം മാത്രമേ പുതിയ ബിൽഡിംഗ് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആര് ഉത്തരവാദിത്വം പറയും? കഴിഞ്ഞ ദിവസം തേവലക്കരയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രശ്നമുണ്ടായപ്പോ, മിഥുൻ എന്ന കുട്ടി മരിച്ചപ്പോ ആലപ്പുഴ ചേർത്തലയിലെ 2 സ്കൂൾ കെട്ടിടങ്ങളെ ഉദ്ഘാടനം മാറ്റിവെച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മിണ്ടല്ലേ, സമരം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് സമാധാനപരമായി സ്കൂളിൽ നിന്ന് വിടണം, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പൂർത്തിയാക്കിയതിനു ശേഷം സ്കൂൾ തുറക്കാവൂ എന്ന് പ്രിൻസിപ്പലിനെ കാണാമെന്നപ്പോ BJPയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ് അളിയനാണ് ഇവിടുത്തെ HM എന്ന് പറയുന്നവൻ. അവൻ ഇവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി CPMകാരെ കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങളെ തല്ലിക്കാൻ ശ്രമിക്കുന്നു. സമാധാനപരമായി ഇവിടെ സമരം ചെയ്യുമ്പോ CPMകാർ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചതാണ്. മാധ്യമപ്രവർത്തകർ അത് സാക്ഷിയാണ്. ഈ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചു, അവരുടെ തലയ്ക്ക് കസേര എടുത്തെറിഞ്ഞു, പ്രിയപ്പെട്ട ഡാനിയുടെ തലയടിച്ചു പൊട്ടിച്ചു. പോലീസുകാരോട് ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങൾ ആലപ്പുഴയിലെ സമരങ്ങൾ രക്തരൂഷിതമായ അനേകം സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ്. ഏതെങ്കിലും CPMകാരനെ, DYFIക്കാരനെ, പോലീസുകാരനെ പേടിച്ച് ഇവിടെ നിന്ന് മുട്ടുമടക്കി പോകാൻ ഞങ്ങൾ DYFIക്കാരല്ല. ഈ പ്രിൻസിപ്പലിനെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യുന്ന ആ നിമിഷം വരെ ഈ സ്കൂളിൽ തുടർ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂള് ഇന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഈ കളക്ടർ അടക്കം പറഞ്ഞെങ്കിലും ശരി, ഇവിടെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല. AEO വന്ന് ഇവിടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇത് പൂർത്തിയാക്കിയിട്ടില്ല. ആരാണ് ഇതിന് ഉത്തരവാദിത്വം? ഇത് ഞങ്ങളെ ഇവിടെ ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഇവിടെ വന്ന് ആക്രമിക്കുക നിങ്ങൾ കണ്ടതല്ലേ. അപ്പൊ CPMകാരുടെ തിട്ടൂരം. ഇവിടെ പ്രിൻസിപ്പളിന്റെ സ്വന്തം സഹോദരിയുടെ ഭർത്താവാണ് BJPയുടെ നിയോജകമണ്ഡലം പ്രസിഡന്റ്. ഈ നിയോജകമണ്ഡലം പ്രസിഡന്റിന്റെ